ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഇന്നലെ മുതലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ ചാനൽ ചർച്ചയുണ്ട്, അതുപോലെ തന്നെ പത്രത്തിലെ ചർച്ചയുണ്ട്, എല്ലാ ചർച്ചയുണ്ട്. ഇന്ന് ആ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നിരവധി പേജുകൾ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് പത്രങ്ങളൊക്കെ. പ്രത്യേകിച്ച് അതിനു വേണ്ടി തന്നെ നിലകൊള്ളുന്ന ചില പത്രങ്ങളുണ്ടല്ലോ, അവരൊക്കെ. പക്ഷേ ആ പത്രം തന്നെ അതിൻ്റെ ഒന്നാമത്തെ പേജിൽ, പരസ്യം കഴിഞ്ഞ ഒന്നാമത്തെ പേജിൽ ഒരു വാർത്ത നൽകുകയുണ്ടായിട്ടുണ്ട്. പദ്ധതിയുണ്ട്, പണം ഇവിടെ. ഇതാണ് ബഡ്ജറ്റിൻ്റെ ആകെ ചുരുക്കം. ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഇതാണ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാതലായ പ്രശ്നം. ധാരാളം പദ്ധതികളുണ്ട്, പക്ഷേ പണം ഇവിടെ എന്നാണ്. എന്നിട്ട് ആ പത്രം തന്നെ പറയാണ്, അതിൻ്റെ ശരീരം മുഴുവൻ ഇതിൻ്റെ പരസ്യമാട്ടോ, ബഡ്ജറ്റിൻ്റെ നേട്ടം കാര്യങ്ങളൊക്കെയാണ്. അതിനുള്ളിൻ്റെ ഉള്ളിൽ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്നും ഇക്കൊല്ലം നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. തുടങ്ങി വെക്കാനേ സാധിക്കുള്ളൂ, കല്ലിടാൻ പറ്റും, കടലാസിലാണ് പദ്ധതി. ഇതാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൻ്റെ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട പത്രം തന്നെ പറഞ്ഞതാണ് ഇതിൻ്റെ കാതലായ പ്രശ്നം. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനുള്ള ആമുഖ പ്രഭാഷണമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ബഡ്ജറ്റ് പ്രസംഗമായി അവതരിപ്പിച്ചത്. ധാരാളം പദ്ധതികളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്കതിനെയെല്ലാം ഒരു 3-4 ഭാഗമായിട്ട് മാറ്റാൻ കഴിയും.